വെറീന അവളൊരു നേഴ്സാണ്. ഈ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ ശുശ്രൂഷിക്കുക, അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക, അതായിരുന്നു അവളുടെ ജോലി. അപ്പോഴാണ് അവൾ ജേക്കബ് എന്ന് പറയുന്ന ഇറ്റാലിയൻ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. അവിടുന്ന് ജേക്കബിനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഒരു സാധാരണ പ്രശ്നം അല്ലാന്ന് അവൾ മനസ്സിലാക്കിയത്. ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഥയുടെ അവസാനം നിങ്ങൾ ഓഡിയൻസ് തീരുമാനിക്കണം ക്ലൈമാക്സ് എന്താണെന്ന്. അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോയാലോ കഥയിലേക്ക്. ആദ്യം തന്നെ കാണിക്കുന്നത് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്തായിട്ട് ഒരു കുട്ടിയുമുണ്ട്. ആ സ്ത്രീ ആ കുട്ടിയോട് പറയും, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ, നിന്നെ എന്നെപ്പോലെ സ്നേഹിക്കുന്ന മറ്റൊരാൾ വരും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവർ നിന്നെയും സ്നേഹിക്കും, പക്ഷേ കറക്റ്റ് ടൈം ആവുന്നത് വരെ നീ ആരോടും സംസാരിക്കരുത്, ഞാൻ മാത്രമാണ് നിന്റെ അമ്മ. അങ്ങനെ പറഞ്ഞ് അവർ ആ കുട്ടിയോട് പ്രോമിസ് വാങ്ങിക്കുന്നു. അതും പറഞ്ഞ് അവർ മരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കഥാനായികയാണ്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് ഇതാരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടാവില്ല. മറ്റാരുമല്ല, നമ്മളുടെ മദർ ഓഫ് ഡ്രാഗൺ ഡെനീറിസ് ടർഗേരിയൻ. ഈ സിനിമയിൽ അവളുടെ പേര് വെരീന എന്നാണ്. അവളൊരു നേഴ്സും കൂടിയാണ്. ഈ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ കൂടെ നിന്ന് നോക്കി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് മറ്റൊരു കുട്ടിയുടെ അടുത്തേക്ക്. അതാണ് അവളുടെ ലൈഫ്. സ്വന്തമായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും വെരീനക്കുണ്ടായിരുന്നു. വെരീന അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇറ്റലിയിലെ ടാസ്കനിയിലേക്ക് പോവുകയാണ്, അടുത്ത കുട്ടിയെ നോക്കാൻ വേണ്ടി. അത് മറ്റാരുമല്ല, നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കുട്ടിയാണ്. അവൾ നേരെ ആ വീട്ടിൽ പോവും. അപ്പോൾ അവിടെ കാണുന്നത് അലീസിയോ എന്ന് പറയുന്ന സെർവന്റിനെയാണ്. തന്റെ പേര് വെരീന എന്നാണെന്നും താൻ ഇവിടത്തെ കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണെന്നും പറയും. എന്നാൽ അലീസിയോ ആളൊരു പ്രത്യേക ടൈപ്പ് സ്വഭാവമുള്ള ആളാണ്. അവർ ഒന്നും തിരിച്ചു പറയാതെ വാതിൽ തുറന്നു കൊടുക്കും. അത് കഴിഞ്ഞ് അവൾ വീടിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. വെരീനയോട് അവൾ നോക്കാൻ വന്ന കുട്ടിയുടെ അച്ഛൻ ക്ലൗസ് പറയും, ഇവിടെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്ന നേഴ്സിനെയാണ് വേണ്ടതെന്ന്. വെരീന ചോദിക്കും, നിങ്ങളുടെ മകന് ഇറ്റാലിയനേക്കാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? അതുകൊണ്ടല്ല, എൻ്റെ വൈഫ് ബ്രിട്ടീഷുകാരിയാണ്, ഇറ്റാലിയൻ അല്ല. അവൻ ഇറ്റാലിയനേക്കാൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് അവന് ഇറ്റാലിയൻ അത്ര വശമില്ല. അവൾ മരിച്ചത് മുതൽ അവൻ ആരോടും പിന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ വെരീന പറയും, ഞാനും ഒരു ബ്രിട്ടീഷുകാരിയാണ്, അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷാണ്. അത് പറഞ്ഞ് അവൾ അവളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും മുമ്പ് അവൾ വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ ആളുകൾ അവളെപ്പറ്റി പറഞ്ഞ ഫീഡ്ബാക്സും കൊടുക്കും. അത് നോക്കുമ്പോൾ ക്ലൗസ് വെരീനയോട് ചോദിക്കും, നിനക്ക് നഴ്സിംഗിൽ ഡിഗ്രി ഇല്ലല്ലോ, പക്ഷെ നിനക്ക് എന്തോ സ്പെഷ്യൽ ടാലന്റ് ഉണ്ടെന്നാണല്ലോ ഫീഡ്ബാക്ക് ചെയ്തവരെല്ലാം പറയുന്നത്, അതെന്താ അങ്ങനെ? എനിക്ക് ഡിഗ്രി ഇല്ല, എന്നാൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും എനിക്ക് പറ്റും. ശരി, എന്നാൽ നീ അങ്ങോട്ടേക്ക് നടന്നോളൂ, അലേസിയോ നിന്റെ മുറി കാണിച്ചു തരും. വെരീന ചോദിക്കും, നിങ്ങളുടെ മകന്റെ പേര് എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് അവനെ ഒന്ന് പരിചയപ്പെടണമായിരുന്നു. അവന്റെ പേര് ജേക്കബ് എന്നാണ്. നിന്നെപ്പോലെ ഒരുപാട് പേർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അവർക്കാർക്കും അവനെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ക്ലൗസ് നേരെ വെരീനയെ കൂട്ടി ജേക്കബിന്റെ അടുക്ക് പോകും. ജേക്കബിനെ കണ്ടപാടെ വെരീന പറയും, എൻ്റെ പേര് വെരീന, ഞാൻ കുറച്ച് ദിവസം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ടാകും. എന്നാൽ ജേക്കബ് ആവട്ടെ വെരീനയെ കേട്ട ഭാവം പോലും നടിക്കൂല. അന്നേരം ക്ലൗസ് വെരീനയോട് പറയും, നീ പറഞ്ഞതൊന്നും അവൻ കേൾക്കില്ല, എന്തിനു പറയുന്നു, ഒന്ന് തല ആട്ടുക പോലും ചെയ്യില്ല. ശേഷം കാണിക്കുന്നത് എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ്. വെരീന ജേക്കബിനോട് ചോദിക്കും, നാളെ 9 മണിക്ക് നമ്മൾക്ക് ക്ലാസ് തുടങ്ങിയാലോ എന്ന്. അത് കേട്ട് ക്ലൗസ് വെരീനയോട് പറയും, നിന്റെ ഈ ചോദ്യം തന്നെ വേസ്റ്റ് ആണ്, അവൻ എന്തായാലും ഇതിന് മറുപടി ഒന്നും തരാൻ പോകുന്നില്ല. തിരിച്ച് വെരീന ക്ലൗസിനോട് പറയും, എനിക്ക് ജേക്കബിന്റെ മറുപടി ആവശ്യമില്ല, അവന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ക്ലൗസ് പറയും, നീ ഇവിടെ വന്നത്
അവന് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോ അവനത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പിന്നീട് അവൻ അത് കാണിക്കും. മറുഭാഗത്ത് ജേക്കബ് അവന്റെ റൂമിലെ ഹോളിൽ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. അവൻ അത് എന്തിനാ ചെയ്യുന്നേന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ക്ലാസ് എടുക്കുന്ന സമയം വെരീന ജേക്കബിനോട് പറയും, നിനക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നീ സംസാരിക്കാത്തതാണ്. നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടതാണ്. ആ സീന് അവിടെ കട്ടാകും. അടുത്ത സീനിൽ വെരീന ജേക്കബിന് വേണ്ട ഭക്ഷണവുമായിട്ട് വരുമ്പോൾ അവനെ അവിടെയൊന്നും കാണൂല. അവൾ പോയിട്ട് അലേസിയനോട് ചോദിക്കും, നിങ്ങൾ ജേക്കബിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? തിരിച്ച് അലീസിയോ കളിയാക്കുന്ന രീതിയിൽ വെരേനയോട് പറയും, നീ അവനെ നോക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അവനെ കാണാതെയായോ? അലീസിയക്കും മേ ബി അവൾ ആ വീട്ടിൽ വന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും അയാൾ അങ്ങനെ പറഞ്ഞത്. അവൾക്ക് അലീസിയോ പറഞ്ഞത് അത്ര പിടിച്ചില്ല. നിങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അന്വേഷിച്ചതായി പറയണമെന്ന് അവൾ പറയും. ജേക്കബിനെയും അന്വേഷിച്ച് അവൾ ഓരോ റൂമിലായിട്ട് പോകാൻ തുടങ്ങും. ഒരു റൂം തുറക്കുമ്പോഴുണ്ടാകും അവിടെ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ പേര് ലില്ലിയ എന്നാണ്. അവർ ജേക്കബിന്റെ അമ്മയുടെ പേഴ്സണൽ സർവന്റ് ആണ്. വെരീനയെ കണ്ടപ്പോ ലില്ലിയ പറയും, നീ ജേക്കബിനെ നോക്കാൻ വന്ന നേഴ്സല്ലേ, നീ അവനെ കൊണ്ട് എങ്ങനെയും സംസാരിപ്പിക്കണം. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യും, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വെരേന പറയും. അതും പറഞ്ഞ് അവൾ പുറത്തിറങ്ങുമ്പോ അവൾ അവിടെ ഒരു പിയാനോ കാണും. അതവൾ മെല്ലെ പ്ലേ ചെയ്യാൻ നോക്കും. ക്ലൗസ് വന്നിട്ട് ചോദിക്കും, നിനക്ക് പിയാനോ പ്ലേ ചെയ്യാൻ അറിയോന്ന്? അന്നേരം അവൾ പറയും, ഇല്ല, എനിക്ക് പിയാനോ പ്ലേ ചെയ്യാൻ അറിയില്ല. ക്ലൗസ് നോക്കുമ്പോൾ വെരേന ലില്ലിയോട് സംസാരിച്ച റൂം തുറന്ന് കടക്കുന്നതായിട്ട് കാണും. അയാൾ അത് വേഗം പോയിട്ട് അടക്കും. അയാൾ അത് എന്തിനാ അടച്ചേന്ന് മനസ്സിലാകുന്നില്ല. ക്ലൗസ് വെരേനയോട് ചോദിക്കും, ഇന്ന് നീ രാവിലെ ജേക്കബിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിനക്ക് എന്താണ് തോന്നിയത്? തിരിച്ച് അവൾ പറയും, എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതിനു മുന്നേ എനിക്കവന്റെ അമ്മയെ പറ്റി നന്നായിട്ട് അറിയണം. അവളുടെ പേര് മാൽവിന എന്നാണ്. അവൾ ലോക പ്രശസ്തിയായിട്ടുള്ള പിയാനിസ്റ്റാണ്. പെട്ടെന്ന് അവൾക്കൊരു ചെറിയ പനി വന്നു. ആ പനിയിൽ നിന്നായിരുന്നു തുടക്കം. പിന്നീട് ആ പനി കൂടി. ഞാൻ സഹായം അന്വേഷിച്ച് പുറത്തുപോയി. ഞാനില്ലാത്ത സമയം ലില്ലിയും ജേക്കബും കൂടിയാണ് മാൽവിനയെ നോക്കിയത്. ജേക്കബിന് അവന്റെ അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ അടുത്തുനിന്ന് അവൻ മാറാറു പോലുമില്ല. അപ്പോൾ വെരീന പറയും, അവന് അവന്റെ അമ്മ പോയത് താങ്ങാൻ പറ്റുന്നുണ്ടാകില്ല. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ അമ്മ തിരിച്ചു വരുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാകും. അതേസമയം ജേക്കബും അലേസിയോയും ഒരു മുയലിനെ വെടിവെച്ച് വരുന്നുണ്ടാകും. അത് കാണുന്ന വെരേന പറയും, ജേക്കബ്, ഞാൻ നിന്നെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു, നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒളിച്ചു കളിക്കാൻ വന്നതല്ല. എന്നിട്ട് അലേസിയോനോട് ചോദിക്കും, ഞാൻ ഇവനെ അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾ ഇവനോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അലേസിയോ പറയും, ഞാൻ മറന്നുപോയി. അതും പറഞ്ഞ് അലേസിയോയും ജേക്കബും നടക്കും. അപ്പോൾ വെരേന പറയും, എനിക്ക് പറയാനുള്ളത് തീർന്നില്ലാന്ന്. അലേസിയോ എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വെരേന ക്ലൗസിനോട് പറയും, നിങ്ങളുടെ വീട് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ആണെന്ന്. അപ്പോൾ ക്ലൗസ് പറയും, ഈ വീട് എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരുടേതാണ്. ഞാനിവിടെ മാൽവിനയെ മാരേജ് ചെയ്ത് വന്നതാണ്. അലേസിയോന്റെ കുടുംബവും കാലാകാലമായി ഇവിടെ വർക്ക് ചെയ്തവരാണ്. ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് പാറ പൊട്ടിച്ച് വിലപിടിപ്പുള്ള കല്ലുകൾ എടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ കല്ലിന് നല്ല വിലയായിരുന്നു. അത് വിറ്റിട്ടായിരുന്നു മാൽവിനയുടെ ഫാമിലി ജീവിച്ചിരുന്നത്. പിന്നീട് മാൽവിന അവളുടെ മ്യൂസിക് കരിയറായിട്ട് തിരക്കിലായപ്പോൾ പണ്ട് തൊട്ടേ കൈമാറി വന്ന സ്റ്റോൺ ബിസിനസ് അവൾ നിർത്തി. ഇപ്പോൾ ആ സ്ഥലമൊക്കെ മുഴുവൻ വെള്ളം നിറഞ്ഞൊരു തടാകമായി. ജേക്കബ് അവിടുന്നാണ് നീന്താറ്. നിനക്ക് ആ പ്ലേസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജേക്കബ് നിന്നെ നാളെ അവിടെ കൊണ്ടുപോകും. അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ ആ ലേക്കിലേക്ക് പോകും. അപ്പോൾ അലേസിയോ അവിടുന്ന് മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നുണ്ടാകും. വെരീന ചോദിക്കും, ഇതെന്തിനു വേണ്ടിയാണെന്ന്. അപ്പോൾ അയാൾ പറയും, കല്ലിന് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടിയാണെന്ന്. അയാൾ അത് പറയുന്നത്
ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു. അന്ന് രാത്രി ലില്ലിയ വെരീനയുടെ മുടി ചീകി കൊടുക്കും. അപ്പോൾ വെരീനയോട് അവർ ഇങ്ങനെ പറയും, മാൽവിനക്കും ഞാൻ ഇതുപോലെ എല്ലാ രാത്രിയും മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. അവൾ എവിടെ പോകുമ്പോഴും എന്നെയും കൂട്ടാറുണ്ട്. എനിക്കറിയുന്നത് പോലെ അവളെ മറ്റാർക്കും അറിയില്ല. ലില്ലിയോട് സംസാരിച്ചു കഴിഞ്ഞ് വെരീന നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ കാണുന്നത് നേരത്തെ ജേക്കബും അലേസിയും കൂടി വെടിവെച്ച് കൊന്ന മുയലിനെയാണ്. അത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടും. എന്നിട്ടവൾ നേരെ ജേക്കബിനോട് പോയിട്ട് ചോദിക്കും, ഇത് നീ തന്നെയല്ലേ ചെയ്തേ എന്നെ പേടിപ്പിക്കാനായിട്ട് എന്ന്. അപ്പോൾ ജേക്കബ് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടതുപോലെ ഒരു പുതപ്പ് മൂടി പുതച്ച് ചുമരിൻ്റെ അടുത്തായിട്ട് ചെവി കൂർപ്പിച്ച് ഇരിക്കുന്നുണ്ടാകും. വെരീന ജേക്കബിനെ ചെന്ന് തട്ടി വിളിച്ചതും ജേക്കബ് വെരീനയുടെ കൈ തട്ടി മാറ്റി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടും. പിന്നാലെ വെരീനയും ഓടും. പെട്ടെന്ന് ക്ലൗസ് വന്ന് ജേക്കബിനെ പിടിച്ചിട്ട് അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്കും വെരീന എന്നാലും ഇത് എന്ത് പറ്റി എന്നാലോചിച്ചുള്ള ഷോക്കിലായിരിക്കും. പിറ്റേ ദിവസം താൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ചുമരിൻ്റെ അടുത്ത് ചെവി കൂർപ്പിച്ച് നിൽക്കുന്ന ജേക്കബിനെ കണ്ട കാര്യം വെരീന ക്ലൗസിനോട് പറയും. അപ്പോൾ ക്ലൗസ് പറയും, എനിക്കിത് ഓൾറെഡി അറിയാം. അവൻ റൂമിൽ മാത്രമല്ല ലേക്കിൻ്റെ അടുത്തുള്ള കല്ലിൻ്റെ അടുത്ത് പോയിട്ടും ഇതുപോലെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവന് അവൻ്റെ അമ്മ അവനോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാകും. അവനത് ഒരു ആശ്വാസമായിരിക്കാം. അപ്പോൾ വെരീന പറയും, കുട്ടിയുടെ ഈ കണ്ടീഷൻ എന്തുകൊണ്ട് എന്നോട് മുമ്പ് പറഞ്ഞില്ല? ഇത് ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ക്ലൗസ് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്നാൽ അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവനെ ഇവിടുന്ന് എവിടെയെങ്കിലും മാറ്റിക്കൂടായിരുന്നില്ലേ? ഞാൻ അതിന് ഒരുപാട് ശ്രമിച്ചതായിരുന്നു. പക്ഷേ നീ ഇന്നലെ തന്നെ കണ്ടില്ലേ, അവൻ വയലൻ്റായിട്ട് അതുപോലെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇവനെ വേഗം തന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ആരുമൊന്നും പറഞ്ഞുമില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ക്ലൗസ് പറയും, നിന്നെപ്പോലെ തന്നെയായിരുന്നു ഇവിടെ മുമ്പ് വന്ന എല്ലാ നഴ്സുമാരും. വെരീന എന്ത് തീരുമാനമെടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് ജേക്കബ് അവരുടെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിൽക്കുന്നുണ്ടാകുക. അത് കണ്ട വെരീന ഓടിച്ചെന്ന് ജേക്കബിനോട് പറയും, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. അതിനുശേഷം വെരീന ജേക്കബിനോട് പറയും, നമ്മളുടെ മൈൻഡിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പല കാര്യങ്ങളും തിങ്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് നീ ഇപ്പോൾ കേൾക്കുന്ന ആ സൗണ്ട്. അത് ശരിക്കും നിന്റെ അമ്മയുടേതല്ല, അത് നിന്റെ ചിന്തകൾ തന്നെയാണ്. നീ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്, കാരണം എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമാണ്. പക്ഷേ ജേക്കബ് അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ പോകും. എന്നിട്ടവൻ നേരെ പോകുന്നത് അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ അലേസിയോ എന്തോ പണിയെടുക്കുന്നുണ്ടാകും. അത് കണ്ടപ്പാടെ വെരീന അലേസിയോട് ചോദിക്കും, അതിൻ്റെ അകത്ത് എന്താണെന്ന്. അലേസിയോ പറയും, അവൻ്റെ മരിച്ച കുടുംബക്കാരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമാണത്. മാൽവിനെയും അവിടെയാണ് അടക്കം ചെയ്തത്. എന്നിട്ട് വെരീനയും കൂട്ടിയിട്ട് അലേസിയോ അതിൻ്റെ അകത്തേക്ക് പോകും. വെരീന നോക്കുമ്പോൾ ജേക്കബ് ഉണ്ടാകും മാൽവിനെ അടക്കം ചെയ്തെടുത്ത് ഇരിക്കുന്നു. അത് കണ്ട വെരീന ജേക്കബിനോട് പറയും, ജേക്കബ് വാ നമുക്ക് പോകാം. അലേസിയോ വെരീനയോട് പറയും, നീ സൈലൻ്റ് ആയിട്ടിരിക്ക്, അങ്ങനെയാണെങ്കിൽ അവൻ കേൾക്കുന്ന പോലെ നിനക്കും ചില ശബ്ദങ്ങൾ കേൾക്കാനാകുമെന്ന്. വെരീന പറയും, അങ്ങനെ ഒന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. അന്ന് രാത്രി വെരീന ജേക്കബിനോട് പറയും, മരിച്ച ആൾ ഒരിക്കലും തിരിച്ചു വരില്ല, അവർ അങ്ങനെ ഒരിക്കലും സംസാരിക്കുകയുമില്ല, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അതേസമയം
ക്ലൗസ് അയാളുടെ റൂമിൽ ജേക്കബ് ചെയ്യുന്നത് പോലെ ചുമരിൽ ചെവി കൂർപ്പിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. എന്നാൽ അയാൾ ഒരു സൗണ്ടും കേൾക്കില്ല. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ക്ലൗസിന് മാൽവിന എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന്. ജേക്കബിനെ പോലെ അയാളും മാൽവിനയെ മിസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്ന് മാത്രം. നെക്സ്റ്റ് സീനിൽ വെരീന ആ വീട്ടിലെ വാളിൽ പൂച്ചയുടെ ഒരു കാർവിംഗ് കാണും. അപ്പോൾ ക്ലൗസ് വന്നിട്ട് പറയും അത് ജീവനുള്ള പൂച്ച തന്നെയാണ്. പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ജീവനുള്ള പൂച്ചയെ ശിലാരൂപത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പൂച്ചയുടെ ആത്മാവ് ആ വീടിനെയും വീട്ടിലെ ആൾക്കാരെയും ഈവിലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ്. അന്ന് രാത്രി വെരീന ലില്ലിയോട് പറയും ജേക്കബ് വല്ലാതെ വേദനിച്ചിരിക്കുകയാണ്, അവൻ അവൻ്റെ അച്ഛനെയും വേദനിപ്പിക്കുകയാണ്. തിരിച്ച് ലില്ലിയ എന്തൊക്കെയോ അർത്ഥം വെച്ചുകൊണ്ട് പറയും അവൻ സമയമാകുമ്പോൾ സംസാരിക്കും. നെക്സ്റ്റ് സീനിൽ ക്ലൗസ് സ്കൾപ്ചർ ചെയ്യുന്ന റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്ലൗസ് ഒരു സ്കൾപ്ചറാണ്. വെരീന ജേക്കബിനെയും അന്വേഷിച്ച് അവിടെ വരും. എന്നിട്ട് പറയും ഞാനിവിടെ ജേക്കബ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു വന്നതാണ് എന്ന്. അപ്പോൾ ക്ലൗസ് പറയും ഇല്ല, അവൻ ഇവിടെ ഇല്ല. വെരീന ചോദിക്കും ഞാൻ നിങ്ങൾ ചെയ്തു വെച്ച വർക്കൊക്കെ ഒന്ന് നോക്കിക്കോട്ടേന്ന്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പകുതി പണി തീർത്ത ഒരു ശില അവൾ കാണും. അത് കാണിച്ച് അവൾ ക്ലൗസിനോട് ചോദിക്കും ഇതെന്തുകൊണ്ടാ കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന്. ക്ലൗസ് പറയും ഞാൻ ഈ വർക്ക് നിർത്തിയിട്ട് കുറച്ച് മാസമായി. നീ ഇപ്പോൾ കാണിച്ച ശില അത് മെൽവിനയുടേതാണ്. അവൾ പോയതിന് ശേഷം ഞാൻ ഈ പണി ഇപ്പോൾ ചെയ്യാറില്ല. ആ സീന് അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ ലേക്കെന്ന് തിരിച്ചു വരുന്ന വഴി ജേക്കബ് ഓടി ഒരു മരത്തിൽ കയറും. അത് ചിലപ്പോൾ മെൽവിനെയും ജേക്കബും ഒന്നിച്ചിരിക്കുന്ന മരമായിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ മരം മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണുന്നത്. ജേക്കബ് കയറുന്നത് കണ്ട് ആ മരത്തിൽ വെരീനയും അവനു പിറകെ കയറും. എന്നാൽ കയറുന്ന ടൈം വെരീനയുടെ ഡ്രസ്സ് മരത്തിൻ്റെ ചില്ലിൽ കുടുങ്ങിയിട്ട് ചെറുതായിട്ട് കീറും. എന്നാൽ അവൾ അതൊന്നും വകവെക്കാതെ മരത്തിലേക്ക് പിന്നെയും കയറും. എന്നിട്ട് ജേക്കബിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് കീറിയ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വെരീന റൂമിലേക്ക് പോകുമ്പോഴായിരിക്കും ലില്ലിയ മാൽവിനയുടെ റൂം ക്ലീൻ ആക്കുന്നത് കാണുക. ലില്ലിയ വെരീനയോട് പറയും ഞാൻ ഈ റൂം എപ്പോഴും ക്ലീൻ ആക്കാറുണ്ട്. മാൽവിനയുടെ അവസാന നാളുകൾ ഈ റൂമിലായിരുന്നു. ഞാനും ജേക്കബുമാണ് അവളെ ഡേ ആൻഡ് നൈറ്റ് നോക്കിയിരുന്നത്. അവൾ സഫർ ചെയ്യുന്നത് ജേക്കബ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവനൊരു ട്രോമയായിരുന്നു. അത് കേട്ടപ്പോൾ വെരീനയ്ക്ക് എന്തോ റൂം നെഗറ്റീവായിട്ട് തോന്നി. പെട്ടെന്ന് ലില്ലിയ ചോദിക്കും അല്ല നിന്റെ ഡ്രസ്സ് കീറിയിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല, നിനക്ക് ഞാൻ മാൽവിനയുടെ ഡ്രസ്സ് തരാം, നിനക്ക് പാകമാകുന്നുണ്ടോ എന്ന് നോക്ക്. ഡ്രസ്സ് ഇടുന്ന ടൈം ക്ലൗസ് അങ്ങോട്ടേക്ക് വരും. മാൽവിനയുടെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന വെരീനയെ കണ്ടതും അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അവളോട് ഡ്രസ്സ് അഴിച്ചു വെക്കാൻ പറയും. പെട്ടെന്ന് ആ ഡ്രസ്സിൽ അയാൾക്ക് എവിടെയോ വെരീനയെ മാൽവിനയായിട്ട് തോന്നും. അയാൾക്ക് വെരീനയോട് എന്തോ ഒരു ചെറിയ ഫീലിങ്സ് വരും. അന്ന് രാത്രി വെരീനയും ജേക്കബും ഡിന്നർ കഴിക്കുന്ന ടൈം അലേസ്യ വന്നിട്ട് ക്ലൗസ് അവളെ വിളിക്കുന്ന കാര്യം പറയും. റൂമിലേക്ക് ചെന്ന വെരീന ക്ലൗസിനോട് ചോദിക്കും എന്തിനാ എന്നെ വിളിപ്പിച്ചേന്ന്. അപ്പോൾ ക്ലൗസ് പറയും നീ ഇന്ന് ഉച്ചയ്ക്ക് മാൽവിനയുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ, അപ്പോൾ നിങ്ങൾ തമ്മിൽ എവിടെയൊക്കെയോ ഒരു സാദൃശ്യമുള്ളതായി എനിക്ക് തോന്നി. ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ പകുതി പണി തീർത്ത ശില്പം നിന്നെ വെച്ച് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്, നിനക്കത് ഓക്കെ ആണോ? വെരീന അതിന് സമ്മതമാണെന്ന് പറയും. അങ്ങനെ ആ സംഭവത്തിന് ശേഷം വെരീനക്ക് ക്ലൗസിനോട് ചെറിയൊരു അട്രാക്ഷൻ തോന്നും. അത് കഴിഞ്ഞ് വെരീന മാൽവിന കിടന്ന റൂമിലേക്ക് പോകും. പതിവ് പോലെ ജേക്കബ് ചുമരിൻ്റെ അടുത്ത് ചെവി കൂർപ്പിച്ചിരിക്കുന്നുണ്ടാകും. അത് കണ്ട് വെരീനയും അതുപോലെ ചുമരിൽ ചെവി കൂർപ്പിച്ച് ഇരിക്കും. അന്നേരം അവൾ മാൽവിനയോട് ജേക്കബ് ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാകും ജേക്കബ് കേൾക്കുന്നത് ഉള്ളതാണെന്ന്. എന്നിട്ട് വെരീന ജേക്കബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും ഞാൻ നിന്നെ നോക്കിക്കോളാം,
ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന്. പിറ്റേ ദിവസം വെരീന മാൽവിനിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് പറയും, നീ ഇവരെ വിഷമിപ്പിക്കുകയാണ്. ജേക്കബിനെയും ജേക്കബിന്റെ അച്ഛനെയും ഞാൻ നോക്കിക്കോളാം. നീ ഇനി ഞങ്ങൾക്കിടയിൽ വരരുത്. അതിനുശേഷം ജേക്കബ് വലുതായിട്ടല്ലെങ്കിലും വെരീനയോട് മിങ്കിളാകാൻ തുടങ്ങും. ഒരു ദിവസം വെരീന അവളുടെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് അലീസിയോ അവളുടെ റൂമിൽ ഒരു നീല നിറത്തിലുള്ള ഫ്ലവർ പോട്ട് വെക്കുന്നതാണ്. അത് കണ്ട് വെരീന പറയും താങ്ക് യു എന്ന്. അന്നേരം അലീസിയോ പറയും അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണെന്ന്. അയാൾ അത് എന്താ ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകില്ല. ആ സീന് അവിടെ കട്ടാകും. പിറ്റേ ദിവസം ക്ലൗസ് കുറച്ച് ഹാഷായിട്ട് വെരീനയോട് ചോദിക്കും, നിങ്ങളുടെ വർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലല്ലോ, ജേക്കബ് ഇനിയും സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വെരീന പറയും, അല്ല അങ്ങനെയല്ല, അവനിപ്പോൾ എന്നെ ആവശ്യമുണ്ട്, എനിക്കവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവൻ്റെ അമ്മ ആഗ്രഹിക്കുന്നതും ഞാൻ അവനെ നോക്കണമെന്നാണ്. ജേക്കബ് കേൾക്കുന്ന വോയിസ് ഞാനും കേട്ടു. ക്ലൗസ് പറയും, അന്നിത് മെന്റൽ ഇൽനെസ് ആണെന്ന് പറഞ്ഞ അതേ നീ തന്നെ ഇന്നത് കേട്ടു എന്ന് പറയുന്നു. അപ്പോൾ നിനക്കും എന്തോ പ്രശ്നമുണ്ട്. അല്ല, ഇത് ഇമാജിൻ ചെയ്യുന്നതല്ല, ആ വോയിസ് ശരിക്കും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മെൽവിനയുടെ സൗണ്ട് കേൾക്കുന്നില്ല? ജേക്കബിനെ മാറ്റിയെടുക്കുന്നതിന് പകരം മാറ്റാൻ വന്ന നീ തന്നെ ഒരു രോഗിയായി. ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ മകന്റെ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കും? അവളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന രീതിയിൽ ക്ലൗസ് സംസാരിക്കും. അത് കേട്ട് വെരീനക്ക് താങ്ങാനാകില്ല. കാരണം അവൾ ജേക്കബിനെയും ക്ലൗസിനെയും ഒന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. അതിനുശേഷം വെരീന നേരെ പോകുന്നത് ജേക്കബിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് മാൽവിനിയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയും, നീ അവളെ മറക്കണം. നീ സംസാരിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ് അവനോട് ചൂടാകും. പക്ഷെ അവൻ സംസാരിക്കാതെ അവിടുന്ന് പോകും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം വെരീനക്ക് പനി വരും. മാൽവിനക്ക് വന്ന പനിയാണ് തനിക്കും വന്നതെന്ന് പേടിച്ച് ലഗേജ് എടുത്തുകൊണ്ട് അവൾ അവിടുന്ന് ഇറങ്ങാൻ പോകും. അത് കണ്ട ക്ലൗസ് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ വെരീന പറയും, അവളുടെ അസുഖം അവൾ എനിക്കും തന്നു, ഞാനും മരിച്ചു പോകും, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ക്ലൗസ് തിരിച്ച് ആശ്വാസ രൂപത്തിൽ അവളോട് പറയും, ഇത് സാധാരണ പനിയാണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഇത് മാൽവിനക്ക് വന്ന പനിയൊന്നുമല്ല. എനിക്കും ജേക്കബിനും നിന്നെ ആവശ്യമാണ്, നീ ഇവിടുന്ന് പോകരുത്. അപ്പോൾ അവൾ വെപ്രാളത്തിൽ ചോദിക്കും, ലില്യ എവിടെയെന്ന്. അപ്പോൾ ക്ലൗസ് പറയും, നീ എന്താ പറയുന്നേ? ലില്യ മരിച്ചിട്ട് 7 മാസമായി. മാൽവിന മരിച്ച ഡേ തന്നെയാണ് ലില്ലിയ മരിച്ചത്, സൂയിസൈഡ് ചെയ്തിട്ട്. അത് കേട്ടപ്പോൾ തന്നെ വെരീനയുടെ കിളി പോകും. ഈ വീട്ടിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. പെട്ടെന്ന് അവൾ ആ വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് പോകും. പിറകെ അലേസിയോയും ഉണ്ടാകും. എന്താ നടക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. വയ്യാത്തത് കൊണ്ട് തന്നെ ഓടി ഓടി വെരീന വീണു പോകും. അലീസിയോ അവളെ എടുത്ത് മാൽവിന കിടന്ന റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ക്ലൗസും ഉണ്ടാകും. ആ റൂം കണ്ട വെരീന നിലവിളിച്ചു കൊണ്ട് പറയും, ഈ റൂമോ? ഈ റൂം എനിക്ക് വേണ്ട. ക്ലൗസ് അപ്പോൾ പറയും, നിനക്കൊന്നുമില്ല, പേടിക്കണ്ട, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. ശേഷം അലേസിയോ ആ റൂം ലോക്ക് ചെയ്യും. ഫുൾ നിഗൂഢത മാത്രം. അപ്പോൾ ലില്ലിയുടെ ആത്മാവ് വന്ന് വെരീനയോട് പറയും, അവൻ സംസാരിക്കേണ്ട സമയമായി. വെരീന കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് മാൽവിനയെ കിടത്തിയ ശവകുടീരത്തിൽ അവളെ കിടത്തിയിരിക്കുന്നതാണ്. ഒന്നനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. കാലും കൈയും ശരിക്കും മരവിച്ച പോലെയായിരുന്നു. അപ്പോൾ അലേസിയോ ശവകുടീരം സിമന്റ് കൊണ്ട് അടക്കാൻ വേണ്ടിയുള്ള പണിയിലായിരിക്കും. പെട്ടെന്ന് വെരീന സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അടുത്തായി കിടക്കുന്ന മാൽവിനയുടെ ആത്മാവിനെ ആയിരിക്കും. മാൽവിനയുടെ ആത്മാവ് അതിൻ്റെ കൈകൾ വെരീനയുടെ ശരീരത്തിൻ്റെ മുകളിലൂടെ ചലിപ്പിക്കുന്നത് കാണാം. അതിനുശേഷം അലേസിയോ ആ ശവകുടീരം പൂർണ്ണമായും അടക്കും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം രാവിലെ വെരീന എഴുന്നേക്കുന്നത് എന്തോ ഒരു ഭാവത്തിലായിരുന്നു. തൊട്ടടുത്ത് ക്ലൗസ് ഉണ്ടാകും. അവൾ ക്ലൗസിനോട് ചോദിക്കും, ജേക്കബ് എവിടെയെന്ന്. എന്നിട്ടവൾ നേരെ ജേക്കബിനെ അന്വേഷിച്ച് പോകുമ്പോൾ അലേസിയോനെ കാണുകയും അലേസിയോനോട് ചെറുതായിട്ടൊന്ന് തലയാട്ടുകയും ചെയ്യും.
അതിൻ്റെ അടുത്തായിട്ട് ജേക്കബും ഉണ്ടാകും. വെരേന പോയിട്ട് ജേക്കബിൻ്റെ അടുത്ത് സ്നേഹത്തോടെ മുട്ടുകുത്തിയിരിക്കും. അപ്പോൾ ജേക്കബ് വെരേനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് അവളോട് സംസാരിക്കും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അതിനുശേഷം വളരെ മനോഹരമായി പിയാനോ വായിക്കുന്ന വെരേനയെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഫ്രണ്ട്സ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? സ്റ്റോറി ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകും, എന്നാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അതായത് ക്ലൈമാക്സിൽ വന്നത് വെരീനയല്ല, വെരീനയുടെ ശരീരത്തിലുള്ള മാൽവിനെയാണ്. നമ്മൾക്ക് എന്തായാലും കഥ മൊത്തത്തിലൊന്ന് നോക്കാം. ഈ സിനിമയുടെ തീം തന്നെ മാൽവിനയ്ക്ക് ജേക്കബിനെ അത്രക്കും ഇഷ്ടമാണ്. ചെറിയൊരു പൊസസീവ് ടൈപ്പാണ് അവൾ. സ്റ്റാർട്ടിങ്ങിൽ അത് പറയുന്നുണ്ട്, നിന്റെ അമ്മ ഞാൻ മാത്രമാണ്, വേറെ ആരും ആയിരിക്കില്ല എന്ന്. അതുകൂടാതെ മാൽവിനയ്ക്ക് എങ്ങനെയെങ്കിലും വേറെ ഒരാളുടെ ശരീരത്തിലൂടെ ജേക്കബിൻ്റെ അടുത്തേക്ക് എത്തണമെന്നായിരുന്നു. അതുകൊണ്ടാണ് അവൾ ജേക്കബിനോട് ഇങ്ങനെ പറഞ്ഞത്, എന്നെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരാൾ വരും, ആ റൈറ്റ് ടൈം വരുന്നത് വരെ നീ ആരോടും സംസാരിക്കരുതെന്ന്. മാൽവിനയ്ക്ക് വേറെ ഒരാളുടെ ശരീരത്തിലൂടെ ജേക്കബിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ജേക്കബിൻ്റെ സൈലന്റ് ഒരു റിച്വൽ പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സിനിമയിൽ ജേക്കബിൻ്റെ സൈലന്റ് ഒരു പവർ ആയിട്ടാണ് കാണിക്കുന്നത്. മാൽവിനെ പോലെ ജേക്കബിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായെങ്കിൽ മാത്രമേ മാൽവിനയ്ക്ക് അവരുടെ ശരീരത്തിൽ കയറാൻ പറ്റുകയുള്ളൂ. മുമ്പ് വന്ന നഴ്സുമാരൊക്കെ അവരുടെ ജോലി മാത്രമാണ് ചെയ്തത്. എന്നാൽ വെരീന ആവട്ടെ ജേക്കബിനെ വളരെ ഇഷ്ടപ്പെടുകയും അവനെ കെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മാൽവിനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം, ഇതാണ് എനിക്ക് കയറാൻ പറ്റിയ ശരീരമെന്ന്. മാൽവിന വേറെ ഒരു ശരീരത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ജേക്കബ് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ മാൽവിനയ്ക്ക് വേറൊരു ശരീരത്തിലേക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. അതായത് വേറെ ബോഡിയിലേക്ക് കയറാനാകുന്ന അവളുടെ പവർ ഇല്ലേ, അത് കുറയും. ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാൽവിന കറക്റ്റ് ടൈം ആകുന്നത് വരെ ആരോടും സംസാരിക്കരുതെന്ന് ജേക്കബിനോട് പറഞ്ഞത്. ക്ലൈമാക്സിൽ വെരീനയുടെ ശരീരത്തിലൂടെ മാൽവിന ജേക്കബിൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടാകാം അത് തൻ്റെ അമ്മയാണെന്ന്. അതുകൊണ്ടായിരിക്കാം അവൻ ഓടിപ്പോയിട്ട് അവളോട് സംസാരിച്ചിട്ടുണ്ടാകുക. അതുപോലെ അലേസിയോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് അറിയായിരിക്കാം മാൽവിനയുടെ ആത്മാവ് ആ വീട്ടിലുള്ള കാര്യം. കാരണം ക്ലൈമാക്സിൽ അലേസിയോ അവളോട് ചെറുതായിട്ടൊന്ന് തലയാട്ടുന്നത് കാണാം. കാരണം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം അത് മാൽവിനയാണെന്ന്. അതുകൂടാതെ വേറെ ഒരു സീനിൽ വെരീനയോട് നീ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിനക്കും ശബ്ദം കേൾക്കാമെന്ന് അലേസിയോ പറയുന്നുണ്ട്. അപ്പോൾ ജേക്കബിനെ പോലെ അലേസിയോക്കും ഇതൊക്കെ അറിയാമെന്ന് വ്യക്തമാണിവിടെ. കാലാകാലമായി അലേസിയോൻ്റെ ഫാമിലി മാൽവിനയുടെ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അലേസിയോ മാൽവിനയോട് അത്രക്കും ഹോണസ്റ്റാണ്. സോ അലേസിയോക്ക് അറിയായിരിക്കാം മാൽവിന വെയിറ്റ് ചെയ്യുന്നത് വെരേനയെ പോലെയുള്ള ഒരാളെയാണെന്ന്. അതുകൊണ്ടാണ് വെരീന കാര്യങ്ങൾ മനസ്സിലാക്കി ഓടിപ്പോകാൻ നോക്കിയപ്പോൾ അവളെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയാൾ പിറകെ പോയത്. അതുപോലെ ഒരു സീനിൽ വെരീനയുടെ റൂമിൽ ബ്ലൂ കളർ ഫ്ലവർ പോട്ട് കൊണ്ടുവച്ച സമയത്ത് വെരീന താങ്ക് യു എന്ന് പറയുമ്പോൾ അലേസിയോ പറയുന്നത് ഇത് അവളുടെ ഫേവറേറ്റ് കളറാണെന്നാണ്. അത് അയാൾ മാൽവിന വരാൻ സമയമായി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇനി ലില്ലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അലേസിയോയെ പോലെ തന്നെ അവളും മാൽവിനയുടെ ജോലിക്കാരിയാണ്. ലില്ലിയ വെറും ഒരു ജോലിക്കാരിയായിരുന്നില്ല. അവർ തമ്മിൽ അത്രക്കും ബോണ്ടാണെന്നുള്ള കാര്യം ലില്ലിയ വെരീനയോട് തന്നെ പല സീനിലും പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാം. ലില്ലിയ വെരീനയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, അവൾ എവിടെ പോകുമ്പോഴും എന്നെ കൂട്ടുമെന്ന്. അതുകൊണ്ടാകാം മാൽവിന മരിച്ച ഡേ ലില്ലിയും സൂയിസൈഡ് ചെയ്തത്. മേ ബി അത് മാൽവിനയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാകാം ലില്ലി അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ മാൽവിനയുടെ ആബ്സെൻസ് അവളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അവളില്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ലില്ലിയ ഒരു ഗൈഡായിട്ട് മാൽവിനയ്ക്ക് വേണ്ടി വെരീനയുടെ മുമ്പിൽ വന്നതാകാം. ആ വീടായിട്ടും ജേക്കബായിട്ടും ക്ലൗസായിട്ടും വെരീനയെ കൊണ്ട് അടുപ്പമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അതിനായിരിക്കണം മാൽവിനയുടെ ഡ്രസ്സ് വെരീനയ്ക്ക് കൊടുക്കുന്നത്. ആ ഡ്രസ്സ് ഇടുമ്പോൾ
താൻ മെൽവിനെയാണെന്ന് വെരീനയെ തോന്നിപ്പിക്കാനായിരിക്കാം. ഈ സിനിമയിലെ പല സീനും സിംബോളിക് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് അലേസിയോയും ലില്ലിയും മാൽവിനക്ക് വെരീനയുടെ ശരീരത്തിൽ കയറാനുള്ളൊരു ബ്രിഡ്ജ് പോലെ ആയിട്ടാണ് ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്ലൗസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊരു ഐഡിയയുമില്ല ആ വീട്ടിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി. അതുകൊണ്ടാണ് അയാൾ ചുമരിന്റെ അടുത്ത് ചെവി വെച്ചിട്ടും ഒന്നും കേൾക്കാതെ ഇരുന്നത്. സോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് വെരീനയല്ല മാൽവിനെയാണെന്നുള്ള കാര്യം. കുറച്ചു കഴിഞ്ഞാൽ അയാൾക്കത് മേ ബി മനസ്സിലാകാതിരിക്കാം. പിന്നെ ക്ലൈമാക്സിലെ ഒരു സീനിൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ സംശയമുണ്ടാകും വെരീനയ്ക്ക് പനി വരുന്നത്. അത് ഉദ്ദേശിക്കുന്നത് മാൽവിന വെരീനയുടെ ശരീരത്തിലേക്ക് കയറാൻ പോകുന്നത് സിംബോളിക്കായിട്ട് കാണിച്ചു തന്നതാണ്. അതുപോലെ വേറൊരു സീനിൽ വെരീന കണ്ണ് തുറക്കുമ്പോൾ മാൽവിനയുടെ ശവകുടീരത്തിന്റെ അടുത്തായിട്ട് കിടക്കുന്നുണ്ട്. അത് ശരിക്കും മാൽവിനക്ക് വെരീനയുടെ ശരീരത്തിൽ കയറാൻ വേണ്ടി അലേസിയോ ചെയ്യുന്നതാണ്. അതിനുശേഷം അലേസിയോ തന്നെ ആയിരിക്കാം ക്ലൗസ് എത്തുന്നതിന് മുമ്പ് അവളെ ആ റൂമിൽ കിടത്തിയിട്ടുണ്ടാകുക. അതായത് വെരീനയുടെ ശരീരത്തിൽ കയറിയ മാൽവിനയെ. ക്ലൈമാക്സിൽ മാൽവിന വന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഒരു സീനിൽ ക്ലൗസ് വെരീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പിയാനോ വായിക്കാൻ അറിയുമോ എന്ന്. എന്നാൽ വെരീന അറിയില്ല എന്നാണ് ഉത്തരം പറയുന്നത്. എന്നാൽ മൂവിയുടെ അവസാനമാകട്ടെ നന്നായി പിയാനോ വായിക്കുന്ന വെരീനയാണ് കാണിക്കുന്നത്. അതിന്റെ മീനിങ് മാൽവിന അവളുടെ ശരീരത്തിൽ കയറി എന്ന് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വേറൊരു സംശയം, അങ്ങനെയാണെങ്കിൽ വെരീനയുടെ സോൾ എവിടെയെന്ന്. ഒന്നെങ്കിൽ അത് ഫോർ എവർ ഇറേസ് ആയിട്ടുണ്ടാകാം, ലൈക്ക് എ കാൻഡിൽ ഫ്ലെയിം ബീങ് ബ്ലൗൺ ഔട്ട്. അല്ലെങ്കിൽ അത് മാൽവിനയുടെ ശവകുടീരത്തിൽ തന്നെ ഉണ്ടാകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത സിനിമയായിട്ട് ഞാൻ വരാം.